നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ മാനേജ്മെന്റ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്, അതായത് KMAT. അതിൻ്റെ സെഷൻ 2ലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 19th ഏപ്രിലിനാണ്. ഇത് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് May 9th ആണ്. അത് അപ് ടു 4 PM വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.cee.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിലുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. KMAT 2025 ഇതിൻ്റെ എലിജിബിലിറ്റി പറയുന്നത് ഇന്ത്യൻ നാഷണൽസോ അതല്ലെങ്കിൽ നോൺ ഇന്ത്യൻസിനോ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ കേരളത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു കേരളൈറ്റ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ ഫീ കൺസെഷനോ അതോടൊപ്പം തന്നെ ഏതെങ്കിലും റിസർവേഷനോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു കേരളൈറ്റ് ആയിരിക്കണം. ഏജിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആർക്ക് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാം. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾ മിനിമം ഒരു 3 year ഡിഗ്രി കോഴ്സ് പാസ്സായിട്ടുണ്ടാവണം. അത് ആർട്സ്, സയൻസ്, എഞ്ചിനീയറിംഗ്, കോമേഴ്സ്, മാനേജ്മെന്റ് അതല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സിന്റെ ഫൈനൽ ഇയറിൽ പഠിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ ഉള്ളത്, ഇതിന്റെ റിസൾട്ട് എല്ലാം വന്നിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ കമൻസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. ഇതിന് യാതൊരുവിധ മിനിമം മാർക്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റി ഈ MBA കോഴ്സിന് ഏതെങ്കിലും ഒരു മാർക്ക് ക്രൈറ്റീരിയ പറയുന്നുണ്ടെങ്കിൽ, അതായത് ഇത്ര പെർസെൻറ്റേജിൽ മാർക്ക് നിങ്ങൾ വാങ്ങി ഡിഗ്രി പാസ്സായിട്ടുണ്ടാവണം എന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്ക് കൺസിഡർ ചെയ്യുക. അല്ലാതെ എൻട്രൻസ് എഴുതാനായിട്ട് ഇവർ പ്രത്യേകം ക്വാളിഫയിങ് മാർക്കൊന്നും പറയുന്നില്ല. അതായത് യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരുന്നത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ യാതൊരുവിധ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇതൊന്നും തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ആകെ വേണ്ടത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കാൻഡ് സിഗ്നേച്ചറാണ് വേണ്ടത്. അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എൻട്രൻസ് ടെസ്റ്റ് മാത്രം പോരാ. എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും അതോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിന്റെ എല്ലാം മാർക്കിന്റെ ബേസിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. 3 hour ഡ്യൂറേഷൻ ആയിരിക്കും ഈ ടെസ്റ്റ്. അത് 180 questions ആയിരിക്കും ഉണ്ടാവുക. അതിൽ വരുന്ന സിലബസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പാർട്ടിൽ നിന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ള ഹെഡിലാണ് ഇംഗ്ലീഷിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് 50 questions ആണ് ഉണ്ടാവുക. അടുത്ത ഹെഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിൽ നിന്ന് 50 questions വരും. അടുത്തത് ഡേറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിങ്. ഇതിൽ നിന്ന് 40 questions ആണ് ഉണ്ടാവുക. അടുത്ത ടോപ്പിക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അതിൽ നിന്ന് 40 questions. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് 180 questions ആണ് ഉണ്ടാവുക. ഓരോ കറക്റ്റ് ആൻസറിന് 4 marks വീതം കിട്ടും. ഓരോ റോങ് ആൻസറിന് 1 mark വീതം ഡിഡക്ട് ചെയ്യും. നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന് യാതൊരുവിധ മാർക്കും കൺസിഡർ ചെയ്യുന്നതല്ല. ഇനി നിങ്ങൾ ഈ ടെസ്റ്റ് എഴുതിയാൽ മാത്രം പോരാ, നിങ്ങൾ ഇതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഇതിന് ക്വാളിഫൈഡ് ആവുള്ളൂ. ജനറൽ കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ SC/BC കാൻഡിഡേറ്റ്സിനും മിനിമം 10% മാർക്കെങ്കിലും ലഭിച്ചിരിക്കണം. അതായത് ഈ 180 questions 4 marks വെച്ചാകുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്സ് 720 ആണ്. ഈ 720യുടെ 10% എന്ന് പറഞ്ഞാൽ 72 മാർക്കെങ്കിലും കിട്ടിയാലേ നിങ്ങൾ ഇതിന് എക്സാം ക്വാളിഫൈഡ് ആവുള്ളൂ. ഇനി SC, ST, PWBD കാൻഡിഡേറ്റ്സിന് 7.5% മാർക്സ് ആണ് വേണ്ടത്. അതായത് 54 മാർക്കെങ്കിലും ലഭിച്ചാലേ നിങ്ങൾ ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സാവുള്ളൂ. ഇനി ഈ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിച്ചത് അതിന്റെ 80% ആണ് ഇവർ കൺസിഡർ ചെയ്യുക. ഈ 80% ബാക്കി 10% ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്നും 10% പേഴ്സണൽ ഇന്റർവ്യൂ.
അങ്ങനെയാണ് 100% മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് വരുന്നത്. അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ അഡ്മിഷന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് പേ ചെയ്യാൻ സാധിക്കും. നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ UPI പേയ്മെന്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ ജനറൽ കാൻഡിഡേറ്റ്സിനും SC/BC കാൻഡിഡേറ്റ്സിന് 1000 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ. SC കാൻഡിഡേറ്റ്സിന് 500 rupees ഉണ്ട്. ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല, അവർക്ക് എക്സംഷൻ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് KMAT 2025 എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് KMATന്റെ പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഒരു 5 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. ഈ രജിസ്ട്രേഷന് വേണ്ട നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും മൊബൈൽ നമ്പറും മാത്രമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാസ്വേഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മിനിമം 8 characters എങ്കിലും ഉണ്ടാവണം. അതിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്യണം, ഒരു ന്യൂമറൽ ഇൻക്ലൂഡ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു ആൽഫബറ്റും ഇൻക്ലൂഡ് ചെയ്യണം. ഇത് മൂന്നും കമ്പൽസറി ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കി 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ IDയും പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ഫ്യൂച്ചർ കറസ്പോണ്ടൻസിന് വേണ്ടിയിട്ട് കാത്ത് വെക്കേണ്ടതാണ്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഇതെല്ലാം കൊടുക്കണം. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. ആ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പാണ് നിങ്ങളുടെ ഫീ പേയ്മെന്റ് സ്റ്റെപ്പ് വരുന്നത്. ഇത് ഓൺലൈനായിട്ട് ഫീ പേ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ എത്രയാണ് എമൗണ്ട് എന്നും പറഞ്ഞു. നിങ്ങൾ ഫീ പേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ എമൗണ്ട് പോയിട്ടുണ്ടാവും, പക്ഷെ അത് അവർക്ക് കിട്ടിയെന്നുള്ള അക്നോളജ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഫീ പേയ്മെന്റ് സക്സസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പാണ് നിങ്ങളുടെ ഇമേജും അതോടൊപ്പം തന്നെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഫോട്ടോഗ്രാഫ് ഒരു സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി എടുത്ത ഒരു സോഫ്റ്റ് കോപ്പി ആയിരിക്കണം. പോളറോയിഡോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒന്നും എടുത്ത ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ സ്റ്റുഡിയോ പോയി എടുത്തൊരു കളർ ഫോട്ടോഗ്രാഫ് തന്നെ വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ക്യാപ്പോ അല്ലെങ്കിൽ ഗോഗിൾസോ ഒന്നും വെക്കാൻ പാടില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്പെക്ടക്കിൾസ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോഗ്രാഫിന് വേണ്ടത്. അതോടൊപ്പം തന്നെ JPG ഫോർമാറ്റിലായിരിക്കണം. അതിന്റെ സൈസ് പറയുന്നത് 15 KB to 100 KB വരെയുള്ളതാവാം. അതിന്റെ റെസൊല്യൂഷൻ പറയുന്നത് വിഡ്ത്ത് 150 പിക്സലും ഹൈറ്റ് 200 പിക്സൽസും ആണ്. അപ്പൊ നിങ്ങൾ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ തന്നെ അവിടെ സോഫ്റ്റ് കോപ്പി ഇന്ന പിക്സലിലും അതോടൊപ്പം തന്നെ ഇന്ന ഫോർമാറ്റിലും വേണമെന്ന് പറഞ്ഞാൽ അവരതനുസരിച്ച് എടുത്തു തരുന്നതായിരിക്കും. അടുത്ത നിങ്ങളുടെ സിഗ്നേച്ചർ ആണ്. നിങ്ങൾ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്കോ ഇങ്ക് പെൻ വെച്ചിട്ട് ഒരു സിഗ്നേച്ചർ ഇടുക. സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം അവിടെ സ്കാൻ ചെയ്ത് ക്രോപ്പ് ചെയ്ത് ആ സിഗ്നേച്ചർ മാത്രം എടുക്കുക. ഈ സിഗ്നേച്ചറിന്റെ ഫോർമാറ്റിന്റെ സൈസ് പറയുന്നത് 100 പിക്സലാണ് എൻ്റെ ഹൈറ്റ് വേണ്ടത്, 150 പിക്സലാണ് എൻ്റെ വിഡ്ത്ത് വേണ്ടത്. ഫയൽ സൈസ് പറയുന്നത് 4 KB തുടങ്ങി 100 KB വരെയുള്ളതാണ്. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചർ ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ അപ്ലോഡ് ചെയ്യാനുള്ള ആകെ 2 ഡോക്യുമെന്റ്സ്. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് അക്നോളജ്മെന്റ് പേജ് ആണ്. ഈ 4 പ്രോസസ്സും കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്നോളജ്മെന്റ് പേജ് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. ആ പ്രിന്റ് ഔട്ട് നിങ്ങൾ ഫ്യൂച്ചർ കറസ്പോണ്ടൻസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് ഹാർഡ് കോപ്പി ആയിട്ട് അയക്കുകയൊന്നും വേണ്ട. ഇത് കയ്യിൽ കരുതിയാൽ മാത്രം മതി. ഇതെല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സെന്റർ ചോദിക്കുന്നുണ്ട്. അത് കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിൽ ഇവർ എക്സാമിനേഷൻ സെന്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് ചോയ്സ് എക്സാം സെന്ററിന്റെ. അത് ആദ്യം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അത് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ചോയ്സും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഫില്ല് ചെയ്താൽ മാത്രമേ അടുത്ത പേജിലേക്ക് ഇത് പോകുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അവർ പോസ്റ്റിലായിട്ട് അയക്കില്ല. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറോ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ
അതിൽ യൂസർ ID പാസ്വേഡ് ആയിരിക്കും. അതെല്ലാം നിങ്ങൾ ഓർത്തോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ KMATന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് 047125253000 എന്നുള്ള നമ്പറാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് അവരോട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും തന്നെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ MBA ആസ്പിറൻസ് എല്ലാവരും എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇന്റർവ്യൂവിനും വേണ്ടി തയ്യാറെടുക്കുക. ആസ്പിറൻസിന് എല്ലാവർക്കും തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, bye from Team Amazing Academics.